ഒഴിക്കില്ല കേട്ടോ. കഴുകി വാരി എടുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ വെള്ളമേ ഒഴിക്കില്ല. നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ കൊണ്ടാട്ടോ നമ്മൾ പച്ചക്കറി കൊണ്ടുള്ള പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ, നമ്മളിന്ന് പൊട്ടിച്ചു കൊടുന്ന പച്ചക്കറി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3 തരത്തിലുള്ള കറികളായിട്ട് നമ്മൾ വയ്ക്കണേ. അപ്പോൾ ഇതാ തീ കത്തിച്ച് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമുക്ക് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമ്മളിതാ ഉള്ളിയും വേപ്പിലയും കൂടി ഞാൻ ചതച്ച് നോക്കുന്നതാണ്. അതിതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഇതിലേക്ക് കുത്തിപ്പൊടി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.25 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടാ. ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറ്, ഒരു ബ്രൗൺ കളറിൻ്റെ അവിടേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ 2 കതിര് കറിവേപ്പില, ഒരു സബോള കനം കുറച്ച് നുറുക്കിയത്, ചെറിയൊരു സബോള ആയിരുന്നു കേട്ടാ. അതേപോലെ ഇതാ 4 പച്ചമുളക് നടുകേറിയത്. ഇതിട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സബോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് വഴറ്റിയാൽ മതി. ഞാനിതാ തീ കുറച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ മുളക് പൊടി നോക്കിയാൽ നമ്മൾ കുത്തിപ്പൊടി മുളക് ഇട്ടുണ്ട്, പച്ചമുളക് ഇട്ടുണ്ട്. അപ്പം മുളക് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഇതാ ഒരു ഇത്തിരിയോളം ഇതാ മുളക് പൊടി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്കിതാ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് എരിവുണ്ടാവില്ല. അപ്പം ഞാനതും ഒരു 1/2 ടീസ്പൂൺ, അത്രയില്ല, അത്ര എടുത്തിട്ടുണ്ട്. നമുക്കിതാ പൊടികളിലത്തെ പച്ചക്കുത്തൊക്കെ പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു മണം വരുന്നുട്ടാ. ഈ പൊടികളൊക്കെ കൂടി ഇളക്കുമ്പോൾ നല്ലൊരു മണമാണ്. പൊടികളൊക്കെ ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം നമുക്കിതിലേക്ക് നമ്മൾ ചെമ്മീനും അതേപോലെ തന്നെ നമ്മുടെ ചതുരപ്പയറും കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. കാരണം 2 വേവും വേണം, അങ്ങനെ ചെറുതായിട്ടൊരു ചാറുണ്ടാവും വേണം കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിതാ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കറിക്ക് വേവുമ്പോൾ വേണമെങ്കിൽ അപ്പിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിതാ തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഇപ്പോൾ പറഞ്ഞുള്ള ചതുരപ്പയറും ചെമ്മീനും വയ്ക്കണേന്ന് ഇതിൽ ശരിക്കും ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടത് നമ്മൾ ചതുരപ്പയറിനാണ് കേട്ടോ. ചതുരപ്പയർ കൂടുതൽ, ചെമ്മീൻ കുറവ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിതാ അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചാൽ ഇപ്പോൾ ഇത്രയും ചതുരപ്പയറൊന്നും ഇപ്പോൾ ഒരു അളവ് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ചതുരപ്പയർ ഒരു 8 ചതുരപ്പയർ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ചെമ്മീൻ അതിലൊരു 150ൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ചെറുതാക്കി നുറുക്കി നോക്കാണ് ചെമ്മീൻ. നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, വലിയ ചെമ്മീനായ കാരണമാണ് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയത്. അതല്ല കുഞ്ഞു പൊടി ചെമ്മീനാണെങ്കിൽ നുറുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മുടെ ചതുരപ്പയറും കൂടി ഇതാ നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായി ഇളക്കിയോളൂ. നമുക്കറിയാം ചെമ്മീനായാലും അതേപോലെ ചതുരപ്പയറിനായാലും രണ്ടിനും ഇപ്പോൾ അത്ര വേവെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. വേഗം വേവും ചതുരപ്പയർ, പിന്നെ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടാ. നന്നായി ഇളക്കി കൊടുത്തത് കഷ്ണമൊക്കെ ഇതേ ചാറിൽ ഇങ്ങനെ മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇനി 2 കറിയും കൂടി നമ്മൾ വെക്കുന്നത് പറഞ്ഞല്ലോ. ഒന്ന് ചീരത്തോരനും, ഒരെണ്ണം നമ്മുടെ
കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി ആട്ടാ. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും തീ കത്തിച്ച് അടുത്ത ചീനച്ചട്ടിയും കയറ്റിയിട്ടുണ്ട്. ഈ 2 ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ഇതാ രണ്ടും ചൂടായി. രണ്ടിൽ ഞാൻ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ കയ്പ്പക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാട്ടാ. ഈ ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ ചീര തോരനാക്കാനാണ്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. 2 ഉള്ളി ഇട്ടാ. നമ്മുടെ കയ്പ്പക്കായ ഉണ്ടാക്കാനായിട്ട് അതിലിതാ ഉള്ളിയും വേപ്പിലും കൂടി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. മെഴുക്ക് പുരട്ടി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാറുള്ളത് സാധാരണ ഉണ്ടാക്കണ എല്ലാ മെഴുക്ക് പുരട്ടി പോലെ തന്നെയായിട്ട് ഇന്നത്തെ നമ്മുടെ കയ്പ്പക്കായ മെഴുക്ക് പുരട്ടി. അപ്പൊ അതിലിതാ എരിവിനനുസരിച്ച് നമുക്കിതാ കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്പ്പക്കായ വാടി വരുമ്പോഴേ പെട്ടെന്ന് കുറയും. അപ്പോൾ എരിവൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടാ. നമുക്കുണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടാ. ഒപ്പം തന്നെ നമ്മുടെ ചീര ഒക്കെയുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മളുണ്ടല്ലോ കടുകാണ് ഇട്ടിരുന്നത് ആദ്യം. അപ്പൊ ഇതാ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ 2 വറ്റമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് നോക്കിയ ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനനുസരിച്ച് ഇതാ നമ്മൾ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല പച്ചച്ചൂനിനാണ്. അപ്പം ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തന്നെ ഒരു ചെറുതായിട്ട് ഉള്ളി ഇതാ ഒരു 5-6 ഉള്ളിയും കൂടി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പുറത്ത് നമ്മുടെ കയ്പ്പക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ളതും കൂടി ഞാൻ ഒപ്പം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. 2 ചീനച്ചട്ടിയിലും ഒപ്പാണ് ആയിക്കൊണ്ടിരിക്കണേ. പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചീരിട്ട് കൊടുക്കാം കേട്ടാ. തെറ്റരിക്കും കേട്ടാ. ഓരോ കറികൾ വെക്കുമ്പോ ചീരയ്ക്കും വാടി വരുമ്പോ കുറവുണ്ടാവുള്ളൂ. ഇപ്പൊ ഇത്രയും ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇതാ കുറച്ചിട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് വാടി കണ്ടോ, ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ വാടി വരുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചീരയിലേക്കിതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് ഞാനിതാ കുറവാണ് ഉപ്പ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടാ. തുണ്ടും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ ചീരയിൽ പെട്ടെന്ന് വാടുന്നേ. അപ്പോൾ ഉപ്പ് ചിലപ്പോൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചീരയിലേക്ക് ഇട്ട് നമ്മളിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചീരയില മൂടി വെക്കില്ല കേട്ടോ. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. നമുക്ക് നല്ല ഒലർന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ചീരയില എപ്പോഴായാലും വെക്കുമ്പോൾ തുറന്ന് വെച്ച് വേവിച്ചോളൂ. അത് മാത്രമല്ല ഇത്തിരി തീ കൂട്ടി വെച്ച് തന്നെ വേവിക്കാം. അപ്പൊ അതിൽ വരുന്ന വെള്ളം അപ്പാപ്പ് വേഗം വേഗം വറ്റി കിട്ടും നമുക്ക്. അപ്പൊ ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി ഒന്നും വെക്കണില്ല. ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ കയ്പ്പക്കായ മെഴുക്ക് പുരട്ടിയിരിക്കല്ല ഉള്ളി ഒന്ന് റെഡി ആയി വരുന്നുള്ളൂ കേട്ടാ. ഒപ്പം നോക്കി നമ്മുടെ ഇവിടെ ചെമ്മീനൊക്കെ ഇട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്തിരി ചാറോടെയാണ് കേട്ടോ നമ്മൾ എടുക്കുക. അപ്പൊ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒന്ന് വറ്റോട്ടെ. അധികം വെള്ളം വേണ്ട അങ്ങും. എന്നാൽ ചോറിൽ നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാനും പറ്റണം. ആ രീതിയിലാണ് നമ്മൾ വെള്ളം ആയിട്ടായിട്ട് ഈ കറി ഇറക്കുക. അപ്പൊ ഇതോട് മൂടിയിരിക്കട്ടെ. ഇതാ കയ്പ്പക്കായയിലേക്കില്ല നോക്കിയേ നമ്മുടെ ഉള്ളിലേക്ക് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ കയ്പ്പക്കായ ഇട്ട് കൊടുക്കാം. അപ്പൊ കയ്പ്പക്കായയിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ല കേട്ടോ. കഴുകി വാരി എടുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ വെള്ളമേ ഒഴിക്കില്ല. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതിലായാലും ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൂ. നമ്മളിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടാ. ചീരയില് നോക്കിയേ കണ്ട തീരെ വെള്ളമില്ല കണ്ട.
തീ കൂട്ടി വെച്ച് തുറന്ന് വെക്കുന്ന കാരണമായിട്ട് നമുക്കിങ്ങനെ വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോകാണ്ട് കിട്ടുന്നത്. ഇതിലേക്ക് നോക്കി നമ്മളൊരു തിരുവോണം നാളേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ച് അത്രയും നാളേരാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചീര ഇലത്തോല റെഡി ആയിട്ടുണ്ട്. എന്ത് രസമായിട്ടിരിക്കാന്നറിയോ. നാളികേരം ഇട്ടിട്ടൊന്നും കുറേ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. ഒന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ചീര ഇലത്തോല റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും. ഇത് റെഡിയായി. ഒപ്പം തന്നെ നോക്കിയേ നമ്മുടെ ചതുരപ്പയർ ചെമ്മീനും ഇത്തുണ്ട് ചാറൊക്കെ ഉണ്ടായോട്ടെ കേട്ടാ. ഈ ഒരു ചാറ് മതി നമുക്ക് ശരിക്കും ചോറിനാനായിട്ട്. അത്രയും ടേസ്റ്റാണ്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് കണ്ടാതെ തന്നെ അറിയാൻ നോക്കിയേ. ഒരു ഈ എന്താ പറയുക, നമ്മുടെ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നും കൂടി തിളയ്ക്കും. ആ തിളയ്ക്ക് വറ്റി വരുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ് തന്നെയായിട്ട് നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു കറി പറഞ്ഞത് എൻ്റെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടാ. നമ്മുടെ കയ്പക്കായൊക്കെ ഇട്ടിട്ട് നോക്കിയേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പല പ്രാവശ്യം തുറന്നിട്ട് ഇങ്ങനെ ഇലക്ട്രിക്കും കൊടുത്തിരുന്നു കേട്ടാ. ഇനിയിപ്പോ ഇതാ തുറന്നു വെച്ചിട്ട് നമുക്കൊരു 1/2 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് ഇലക്കേക്കും കൊടുക്കാം കേട്ടാ. ഒരു 1/2 മിനിറ്റ് നേരൊക്കെ നമ്മൾ ഇളക്കി കൊടുത്ത് നോക്കിയേ. നമ്മുടെ കയ്പക്കായ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടാ, നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിയിലും നമുക്ക് നാളികേരമൊക്കെ ചെറുകിയിട്ടിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ 3 കൂട്ടം കറി റെഡിയായി. ഇനി ടേസ്റ്റ് വേണേ ഷായറ്റിനെ വിളിച്ചിട്ട് വരട്ടെ. അപ്പൊ അത് മൂടി വെച്ചിട്ട് പോവാം. എന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, ഷായറ്റിനെ വിളിക്കാൻ പോകുമ്പോൾ മൂടി വെച്ചിട്ട് പൊക്കോളോട്ടാ എന്നുള്ളൊരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് പോയിരിക്കും നമ്മള്. ഇതൊന്ന് നോക്കിയേ. എന്താ രസം കാണാൻ. ചൂടുണ്ടാവട്ടെ ചേട്ടൻ. കുഴപ്പമില്ല, ഇത് ചൂടായില്ലടിക്കും. ഇത് അടിപൊളി അറിയാം. ഒന്നോ വിചാരിച്ച മാതിരില്ലത്. സൂപ്പറല്ലേ, അടിപൊളിയാട്ടോ. പിന്നെ ഇതിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. പിന്നെ ഇതിലെ ചെമ്മീൻ ഒഴിച്ചൊക്കെ നമ്മുടെ അവിടെ ചേട്ടാ നല്ലത് അടിപൊളിയാ, പറയാനൊന്നുമില്ല. എന്തിനാ പറയുന്നില്ലേ, ഒക്കെ അടിപൊളിയാ. നല്ല രസം. ഇതൊക്കെ ചോറിനാണെങ്കിലേ, ചോറിന് മാത്രല്ലടാ, ഇത് നമുക്ക് ചപ്പാത്തിക്കും പറ്റും, എല്ലാത്തിനും പറ്റും ഈ കറി. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയോളാം. നമുക്ക് ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും എല്ലാവരും ഒന്ന് നോക്കി. അത്ര രസമായിട്ടുള്ള കറി കേട്ടാ അത്. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.